Hello guys, welcome back to my channel Miss Good Things. എൻ്റെ പേര് വിസ്മയ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈസി ഐബ്രോ ഫില്ലിംഗ് ഹാക്കാണ്. അപ്പോൾ മേക്കപ്പ് എന്നും ചെയ്യുമ്പോൾ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിലാണ് കുറച്ചുകൂടി ടൈം എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഐബ്രോസ് ഫില്ല് ചെയ്യാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ്. ഈ ഒരു ട്യൂട്ടോറിയൽ ആദ്യം കണ്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യുന്നതിനേക്കാളും ഭേദം നമുക്ക് നേരത്തെ ഫില്ല് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ പോരെ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഞാൻ പറയുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടിയും ഐബ്രോസിന് കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫിനിഷ് കിട്ടും. പലപ്പോഴും നമ്മൾ ഐബ്രോസ് കുറേ ടൈം എടുത്ത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും ഐബ്രോസ് കുറച്ച് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ആർട്ടിഫിഷ്യൽ ലുക്ക് വരാതെ ഇരിക്കാൻ വേണ്ടി ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഹാക്കാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഗിവ് അവേ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ആൻസർ പറയുന്ന ആൾക്കാരിൽ നിന്ന് ഒരാൾ ഞാൻ സെലക്ട് ചെയ്യും. അയാൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരുപാട് സമയം കളയാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. പിന്നെ നിങ്ങൾ എൻ്റെ ഈ ചാനലിൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദി ചാനൽ ആൻഡ് ഓൾസോ ഡോണ്ട് forget to like, share and comment. അപ്പോൾ ഒരുപാട് ടൈം കളയാണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. അതായത് ആദ്യം തന്നെ ഒരു ഐബ്രോ ജെല്ല് വേണം. അതായത് നമ്മുടെ ഈ ഐബ്രോയുടെ ഈ ഹെയർസിനെ കുറച്ചുകൂടി ഒന്ന് ഫ്ലഫ് അപ്പ് ചെയ്യാനായിട്ടും അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടിയാണ് ഇതുപോലത്തെ ഐബ്രോ ജെൽസ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ഒരു ബ്രഷ്, ഇതുപോലത്തെ ഒരു സ്പൂളി നമുക്ക് വേണം. സ്പൂളി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കാനാണ്. നമ്മൾ ഈ സ്പൂളി വെച്ചൊന്ന് കോംബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവും. എന്നിട്ട് ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഈ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്യണത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഐബ്രോ പെൻസിലാണ്. ഇപ്പോൾ ഐബ്രോ പെൻസിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ ഉപയോഗിക്കാം. ഈ ഫോർത്ത് ഐറ്റം ആയിട്ട് വേണ്ടത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കൺസീലർ. അപ്പോൾ നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് മെസ് ചെയ്യും. അതായത് അവിടെ ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക ഒന്ന് സ്പ്രെഡ് ആവും ഈ പ്രോഡക്ട്സ്. അപ്പോൾ അതിനൊന്ന് ക്ലീൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇതുപോലെ കൺസീലേഴ്സ് ഉപയോഗിക്കുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള തിക്കായിട്ടുള്ള കൺസീലേഴ്സ് ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ കൺസീലേഴ്സ് നമ്മളൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ കൺസീലർ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ഒരു കൺസീലർ ബ്രഷാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. ആദ്യം തന്നെ നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ജസ്റ്റ് ഒന്ന് ഐബ്രോസ് കോംബ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പൂളി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹെയർ ഗ്രോത്തിൻ്റെ ആ ഒരു നാച്ചുറൽ ഡയറക്ഷൻ ഒന്ന് അറിയാനാണ്. പിന്നെ നമ്മുടെ ബ്രോസിൻ്റെ ഷേപ്പും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ സ്പൂളി വെച്ചിട്ട് നമ്മുടെ നമ്മുടെ ഐബ്രോസിൻ്റെ ഹെയർ ഒന്ന് കോംബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഐബ്രോ ഫില്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു മിറർ ഇതുപോലെ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് വേണം നോക്കാനായിട്ട്. ഇങ്ങനെ താഴെ മിറർ പിടിച്ചിട്ട് നമ്മളിങ്ങനെ മിററിലോട്ട് താഴേന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. ഒരിക്കലും നമ്മൾ മിറർ നേരെ പിടിച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രോയിൻ്റെ കറക്റ്റ് ഷേപ്പ് മനസ്സിലാവില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ബ്രോസ് ഇതുപോലെ താഴേന്ന് പിടിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളിതുപോലെ സ്പൂളി എടുക്കുക. നമ്മുടെ ഹെയർ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്ലഫ് ചെയ്ത് ഹെയറിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് വേണ്ടത് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഐബ്രോ ജെല്ലാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന എസെൻസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഐബ്രോ ജെല്ലാണ്. എസെൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ഐബ്രോ ജെല്ലിൽ കുറച്ച് ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫൈബേഴ്സ് നമ്മുടെ ഹെയറിനെ കുറച്ചുകൂടി ഒന്ന് തിക്ക് ആൻഡ് ഫ്ലഫി ആക്കും, കുറച്ചുകൂടി ഒരു വോളിയം തരും. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ ഫൈബേഴ്സ് ഉള്ള ഐബ്രോ ജെല്ല് ഉപയോഗിക്കുന്നത്. സാധാരണ വെറും പ്ലെയിൻ ജെല്ലായിട്ടുള്ള ഐബ്രോസ് ഉണ്ട്, ഇതിൽ ഫൈബേഴ്സ് ഉണ്ട്. പ്ലെയിൻ ജെല്ലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അതിനെ ഒന്ന് എന്താ പറയുക ഒന്ന് ടൈം ചെയ്തെടുക്കും. കുറച്ച് വളഞ്ഞു തിരിഞ്ഞിരിക്കുന്ന ആ ബ്രോസിനെ കുറച്ചുകൂടി ഒന്ന് ഷേപ്പാക്കി ഒരു സെയിം ഡയറക്ഷനിൽ ആക്കി ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ ജെല്ല്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ എസെൻസിൻ്റെ ഫൈബർ ജെല്ലാണ്. ഇതെടുത്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൻ്റെ സെയിം ഡയറക്ഷനിൽ ആദ്യം ഒന്ന് കോംബ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഒരിക്കലും ബ്രോ പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഈ ഒരു ഫ്രണ്ട് പോർഷൻ നമ്മൾ എപ്പോഴും ലീവ് ചെയ്തിട്ട് വേണം ബ്രോ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അവിടെ നിന്ന് ഞാൻ എൻ്റെ സെയിം ഡയറക്ഷനിൽ ഒന്ന് ലൈറ്റായിട്ട് കോംബ് ചെയ്തു. സെയിം ഡയറക്ഷനിൽ കോംബ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടും കൂടി നമ്മൾ ഇതിൽ എടുത്തിട്ട് ഒരു കോട്ടും കൂടി എടുത്തു. എന്നിട്ട് നമ്മൾ ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് കോംബ് ചെയ്യുക.
ഒരുപാട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തത് ലൈറ്റായിട്ട് വേണം. അപ്പോൾ നമുക്ക് കാണാം ഈ ഒരു ബ്രോവും ബ്രോവും തമ്മിൽ നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിന് കുറച്ചുകൂടി വോളിയം ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് കുറച്ച് ഒരു തിന്നായിട്ടും തോന്നുന്നുണ്ട്. ഇത് കുറച്ചുകൂടി വോളിയമിനസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രൊഡക്റ്റ്, ഇപ്പോൾ ഇതിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റ് ഇനി ഒരുപാട് എക്സസ് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഇതിൽ എടുക്കുന്നില്ല. ഇതിൽ ബാക്കി വരുന്ന റെസിഡ്യൂൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട് നമ്മുടെ സെയിം ഡയറക്ഷനിൽ തേർഡ് സ്റ്റെപ്പായിട്ട് സെയിം ഡയറക്ഷനിൽ കോംബ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെയിം ഡയറക്ഷനിൽ കോംബ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കോംബ് ചെയ്തു, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടിയും സെയിം ഡയറക്ഷനിൽ കോംബ് ചെയ്തു. പക്ഷേ ഇത്തവണ കോംബ് ചെയ്യുമ്പോൾ നമ്മളിതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കോംബ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് കോംബ് ചെയ്യണമെന്ന് കാണിക്കാം. ഇതുപോലെ പിടിക്കുക, എന്നിട്ട് നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം, കണ്ടോ, റൊട്ടേറ്റ് ചെയ്ത് കോംബ് ചെയ്യുക. ഇപ്പം തന്നെ കാണാം രണ്ട് ഐബ്രോസിനും തമ്മിലുള്ള വ്യത്യാസം കാണാം. ഇത് കുറച്ചുകൂടിയും വോളിമിനസ് ആണ്, കുറച്ചുകൂടിയും ഫ്ലഫി ആണ്, കുറച്ചുകൂടിയും ഡയമെൻഷൻ ഇതിനുണ്ട്. പക്ഷേ ഇത് കുറച്ച് തിന്നാണ്. നമ്മുടെ ഐബ്രോസിൻ്റെ പുറത്ത് കുറച്ച് പ്രൊഡക്ട്സ് ആയെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നമുക്കത് കൺസീലർ വെച്ചിട്ട് ഏറ്റവും അവസാനം നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കും. ഇനി തേർഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐബ്രോ പെൻസിലാണ്. ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യുമ്പോഴും പർച്ചേസ് ചെയ്യുമ്പോഴും ഒരിക്കലും ജെറ്റ് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഷെയ്ഡ്സ് ഓഫ് ബ്ലാക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആണ് ഏറ്റവും നല്ലത്. എബണി ബ്രൗൺ അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ, ഡീപ്പ് ചോക്ലേറ്റ് ബ്രൗൺ, ഇതൊക്കെയാണ് നമ്മുടെ ഐബ്രോസിൽ യൂസ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഷെയ്ഡ്സ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഐബ്രോ ഹെയറിൻ്റെ എക്സാക്ട് കളർ ഒരിക്കലും ഉപയോഗിക്കരുത്. ഇതുപോലത്തെ ബ്രൗൺ ഷെയ്ഡാണ് നമ്മൾ ബ്ലാക്ക് ഹെയർ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലുക്ക്. എപ്പോഴും ഇത് ഷാർപ്പൻ ചെയ്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ബ്ലണ്ട് ആയിട്ടുള്ള ഷേപ്പിലുള്ള ഐബ്രോ പെൻസിൽ നമുക്ക് നല്ല ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള സ്ട്രോക്സ് ആണ് വേണ്ടത്. അതിന് വേണ്ടിയാണ് ഇതുപോലെ പോയിന്റി ആയിട്ടുള്ള ഐബ്രോ പെൻസിൽ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഐബ്രോ ഫിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ ഈ കൃഷ്ണമണി, അതായത് ഈ നമ്മുടെ ഒരു ഐറിസിൻ്റെ ഈ ഒരു പുറത്തോട്ടാണ്, പുറത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ എപ്പോഴും ഐബ്രോ പ്രൊഡക്ട്സ് ഉപയോഗിക്കണം. ഇത്രയും ഫ്രണ്ട് പോർഷൻ എപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് വിടണം. കാരണം കുറച്ച് നമ്മുടെ ആ ഒരു സ്കിൻ പീക്ക് ത്രൂ ചെയ്യണമെന്ന് എപ്പോഴും നല്ലത്, ഒരു നാച്ചുറൽ ഫിനിഷ് കിട്ടാൻ വേണ്ടി. ഇപ്പം പോമേഡ് ആൻഡ് ഐബ്രോ പൗഡേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഈ ഒരു പോർഷനിൽ മാത്രമാണ് നമ്മൾ ഷേപ്പ് ചെയ്യേണ്ടതും പ്രൊഡക്ട്സ് അപ്ലൈ ചെയ്യേണ്ടതും. അപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലെ താഴേട്ട് മിററിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ പ്രൊഡക്ട്സ് അത് മിററിട്ട് നോക്കിയിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഹെയറിൻ്റെ ആ ഗ്രോത്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ വേണം നമ്മൾ നമ്മുടെ ഐബ്രോ ഷേപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട് ഇത്രയും പ്രൊഡക്ട്സ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൂളി ഒന്നുകൂടി എടുത്തു, ഇതുപോലത്തെ ഈ ബ്രഷ് ഒന്നുകൂടി എടുത്തിട്ട് നമ്മളതൊന്ന് ഫ്ലഫ് ചെയ്ത് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിൻ്റെ റൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആവാനും അതുപോലെ തന്നെ ഹാഷ് ലൈൻ ഒന്ന് എന്താ പറയുക ഒന്ന് ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഈ സ്പൂളി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒന്നുകൂടി ഒന്ന് ഫ്ലഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്യാൻ പോകണം. ഇതിൻ്റെ എക്സസ് ആയിട്ട് പ്രൊഡക്റ്റ് എവിടെയൊക്കെ വന്നോ അത് നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി നമ്മൾ കൺസീലർ യൂസ് ചെയ്യും. കൺസീലർ നമ്മൾ ഏത് ബ്രാൻഡ് കൺസീലർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബലിൻ്റെ ഏജ് റിവൈൻഡ് കൺസീലറാണ്. പിന്നെ ഒരു കൺസീലർ ബ്രഷും വെച്ചിട്ടാണ് കൺസീലർ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് കൺസീലർ ഇതുപോലെ ബ്രഷിലെടുത്തു. അത് നമ്മൾ പ്രൊഡക്റ്റ് എവിടെയൊക്കെയാണ് എക്സസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ക്ലീൻ ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടിയും സീ ത്രൂ ആണ്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ് കിട്ടും. ഫ്രണ്ടിൽ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇങ്ങനെ വരച്ച് വെച്ച പോലെ നമുക്ക് തോന്നും. അപ്പോൾ അത് അങ്ങനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ലീവ് ചെയ്തിട്ട് ഈ കൃഷ്ണമണിയുടെ ഇപ്പുറത്തോട്ട് പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത ഐയും കൂടി ഷേപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐബ്രോ ഫില്ലിംഗ് ഹാക്കാണ്. ഒരുപാട് ടൈം എടുക്കില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരു ഹാക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഇന്ന് ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഐബ്രോ ജെൽ പ്രോഡക്റ്റ് ഉപയോഗിച്ചു. ആ ജെൽ പ്രോഡക്റ്റിൻ്റെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ കമൻറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ യൂട്യൂബ്
ഐക്കൺ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറിലുള്ള അതേ പിക്ചർ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോൻ്റെ അടിയിൽ പോയിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ കമൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഞാനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കമൻറ്റ് ചെയ്യാനായിട്ട് ഒരു വീക്കാണ് ടൈം ഉള്ളത്. അപ്പോൾ ഈ ഒരു വീക്ക് കഴിഞ്ഞ് ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതാണ്. അവർക്കൊരു സർപ്രൈസ് ഗിഫ്റ്റും കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ് ബിലോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.